നിസ്കരിക്ക്. അല്ലോ മാഷാ. മതി മതി മതി. വിഷു നിസ്കരിക്ക്. അല്ലോ വിഷു നിസ്കരിക്ക്. നിസ്കരിക്ക്. മതി മതി മതി. മോളോ നിസ്കരിക്ക്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരുപാട് നേരം അവരെ എന്റർടൈൻ ചെയ്യിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ലിങ്ക്സ് ആണ്. അതായത് ഇങ്ങനത്തെ കുറച്ച് ചെയിൻസ് ആണ്. ഇത് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്തും കൊണ്ട് ഒരു ചെയിൻ ഉണ്ടാക്കി കളിക്കാം. അതല്ലെങ്കിൽ പല ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചെയിൻസ് കണക്ട് ചെയ്ത് ഉണ്ടാക്കി കളിക്കാൻ പറ്റും. അപ്പം ഇതും അവരുടെ ആ ഒരു മോട്ടോ സ്കില്ലിൽ പെട്ടിട്ടുള്ള ഹാൻഡ് ഐ കോർഡിനേഷൻ, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ലിസണിങ്, തിങ്കിങ് സ്കില്ല്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതും ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ കളേഴ്സ് പഠിക്കാനും റെക്കഗ്നൈസ് ചെയ്യാനും അതുപോലെ തന്നെ കൗണ്ടിങ് പഠിക്കാനും ഒക്കെ ഇതുകൊണ്ട് പറ്റും. അപ്പോൾ ഇതും വളരെ ചീപ്പായിട്ടുള്ള പ്രൈസ് തന്നെയായിരുന്നു. 180 ആ ഒരു 150 to 80 ആ ഒരു റേഞ്ചിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നേരം അവർക്ക് പല കളികളും ഈ ഒരു ലിങ്ക്സ് കൊണ്ട് കളിക്കാൻ പറ്റും. ഇങ്ങനെ 12 എണ്ണം ആണെന്നാണ് എൻ്റെ ഓർമ്മ. 12 എണ്ണം ആയിട്ടാണ് ഈ ഒരു ലിങ്ക്സ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിങ്ങനെ കണക്ട് ചെയ്യാം. നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവർക്ക് ഈ ഒരു ലിങ്ക് ആക്കിയിട്ട് കളിക്കാം, അല്ലെങ്കിൽ ഇതുകൊണ്ട് തന്നെ ചെറിയ ലിങ്ക്സ് ആക്കാം, വലിയ ലിങ്ക്സ് ആക്കാം. അങ്ങനെ ഒരുപാട് നേരം അവർക്ക് കളിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ടോയ് ആണ് ഇത്. അപ്പോൾ ഇതും നമുക്ക് 6 monthsലൊക്കെ തന്നെയാണ് എല്ലാ ടോയ്, ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ടോയ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ ഒരു ടൈമിൽ തന്നെ അവർ ഇങ്ങനെ കളിച്ചു തുടങ്ങുമൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ ഒരു ടോയിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതൊന്നും നമ്മുടെ ബേബീസിനെ ഫസ്റ്റ് തന്നെ പറ്റിയെന്ന് വരില്ല. പക്ഷെ കണക്ട് ചെയ്ത് കൊടുത്താൽ അവർക്ക് അത് ആദ്യം വെടിക്കാനാണ് അവർ ട്രൈ ചെയ്യുക. പിന്നെ മെല്ലെ മെല്ലെ അവരത് കണക്ട് ചെയ്യാൻ കൂടി പഠിച്ചോളും. അപ്പോൾ ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിഷർ പ്രൈസിന്റെ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഒരുപാട് ബ്രാൻഡ്സിന്റെ വേറെ ടൈപ്പിൽ അല്ലെങ്കിൽ വേറെ വ്യത്യസ്തമായിട്ടുള്ള ലിങ്ക്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇതും ഫിഷർ പ്രൈസിന്റെ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഒരുപാട് ബ്രാൻഡ്സിന്റെ വെറൈറ്റീസ് ആയിട്ട് അവൈലബിൾ ആണ് ഈ ഒരു ലിങ്ക്സ്. പക്ഷെ ഇത് നല്ല ചീപ്പ് പ്രൈസിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ അങ്ങനത്തെ ഷാർപ്പ് എഡ്ജസ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ 6 months ഒക്കെ ആയിക്കഴിഞ്ഞ് നമ്മൾ ബേബീസിന് കൊടുക്കുമ്പോൾ അവർ മാക്സിമം വായിലൊക്കെ കൊണ്ടുപോകാൻ ട്രൈ ചെയ്യുമ്പോൾ സേഫ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് മാക്സിമം അങ്ങനത്തെ ഷാർപ്പ് എഡ്ജസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ മുറിവുകൾ പറ്റുക അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇതും ടോയ്സ് കാറ്റഗറിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ടൈപ്പ് ടോയ് ആണ്. നെക്സ്റ്റ് ഒരു 6 months ഓൺവേർഡ്സ് ഒക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ടോയ് എന്ന് പറയുന്നത് കുറച്ച് മ്യൂസിക്കൽ ടോയ്സ് ആണ്. ഇതിപ്പോ ഒരു മ്യൂസിക്കൽ കീബോർഡ് ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ടോയ് ആണിത്. കാരണം ഇതിപ്പോ ഇതിന്റെ ബാറ്ററി തീർന്നിട്ടുണ്ട്. അത് റീപ്ലേസ് ചെയ്യാന്നുള്ളതുകൊണ്ട് ഇതിന്റെ സൗണ്ട്സ് ഒന്നും എനിക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. പക്ഷെ ഈ പോർഷൻസിലൊക്കെ നമ്മുടെ ബേബീസ് സോഫ്റ്റ് ആയിട്ട് തൊടുമ്പോൾ തന്നെ ഇതിൽ നിന്ന് സൗണ്ട്സ് വരും. ഡ്രംസ് പോലത്തെ സൗണ്ട്സ് വരും. കൂടാതെ താഴെയുള്ള ഇങ്ങനത്തെ കീബോർഡ്സിൽ ഒരുപാട് ആനിമൽ സൗണ്ട്സ് ഒക്കെ ഉണ്ട്, സോങ്സ് ഉണ്ട്. അപ്പൊ ആനിമൽ സൗണ്ട്സ് ഒക്കെ ബേബീസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഓരോ ആനിമൽസിനെയും പറ്റി പഠിക്കാൻ പറ്റും.
കൂടാതെ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു കീസിലൊക്കെ ഉള്ളത് ബേബീസിന്റെ തന്നെ സൗണ്ട്സ് ആണ്. അതായത് നമ്മുടെ ബേബീസ് കരയുക, ബേബീസ് ചിരിക്കുക, അല്ലെങ്കിൽ സംസാരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കുഞ്ഞു മ്യൂസിക്കൽ ടോയിൽ അവൈലബിൾ ആണ്. മ്യൂസിക്കൽ ടോയ് ആകുമ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞു ഡാൻസ് ഒക്കെ കളിക്കുക എന്നുള്ളത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു മ്യൂസിക്കൽ ടോയ് എന്നുള്ളത്. വ്യത്യസ്തമായിട്ടുള്ള സൗണ്ട്സ് വരുമ്പോൾ അവർക്ക് അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇങ്ങനത്തെ നല്ല മ്യൂസിക്കൽ ടോയ് കാറ്റഗറിയിൽ ഒരുപാട് ടോയ്സ് അവൈലബിൾ ആണ്. ഡാൻസിങ് ടൈപ്പ് ടോയ്സ് അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ ഈ ഒരു മ്യൂസിക്കൽ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ളതാണ്. ഇതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. വളരെ ഒരു 300 ആ ഒരു റേഞ്ചിൽ കിട്ടിയിട്ടുള്ളത് ഒന്നാണ് ഇത്. അപ്പം ഒരുപാട് എത്ര അടിച്ചാലും അങ്ങനെ എന്താ പറയുക, അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുട്ടികൾ ആദ്യം യൂസ് ചെയ്യുക. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇത് കേടാവുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡാമേജ് പറ്റുക അങ്ങനെയൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അപ്പൊ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ബ്രാൻഡിന്റെ വളരെ ചീപ്പായിട്ടുള്ള ഒരു ടോയ് തന്നെയാണ് ഈ ഒരു മ്യൂസിക്കൽ ടോയ്. നെക്സ്റ്റ് ടോയ് എന്ന് പറയുന്നത് ഫിഷർ പ്രൈസിന്റെ ഷേപ്പ് സോർട്ടേഴ്സ് ആണ്. ഈ ഷേപ്പ് സോർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറെന്റ് ഷേപ്സിൽ കുറച്ച് ബ്ലോക്സ് ഒക്കെ തരും. അത് കൂടാതെ ആ ഷേപ്സ്, അതായത് അത് ഇട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും, ഇവിടെ ഇപ്പോൾ ഉള്ളത് ഒരു സിലിണ്ടർ പോലത്തെ ഷേപ്പിലുള്ള പാത്രമാണ്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ബട്ടർഫ്ലൈ ഷേപ്പിലുണ്ട്, അല്ലെങ്കിൽ വേറെ ഒരു ബാഗിന്റെ ഷേപ്പിൽ, അങ്ങനെ ഒരുപാട് ഷേപ്സിൽ ഇത് അവൈലബിൾ ആണ്. ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളതാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ബ്ലോക്സ് ഡിഫറെന്റ് കളേഴ്സിൽ കുഞ്ഞു കുട്ടികൾക്ക് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഡിഫറെന്റ് ഷേപ്സ്, ഇപ്പൊ ഇതിലാണെങ്കിൽ ട്രയാങ്കിൾ ഉണ്ട്, അതുപോലെ തന്നെ സർക്കിള്, അതുപോലെ തന്നെ സ്ക്വയർ, ഈ 3 ഷേപ്സിലുള്ള കുറച്ച് ബ്ലോക്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു ബ്ലോക്സ് ഫസ്റ്റ് ഒക്കെ അവർ കളിക്കാന്ന് പറഞ്ഞത് 6 months മുതൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ സമയം തന്നെ അവർ ഇത് ടോയ്സ് കറക്റ്റ് ഷേപ്പ് മനസ്സിലാക്കി കളിക്കുമെന്നല്ല ചെയ്യാം. പക്ഷെ കുറച്ചൊക്കെ അവർക്ക് ഇങ്ങനെ ഈ ഒരു സിലിണ്ടർ ഈ ഒരു പാത്രത്തിൽ ഇട്ടുകൊണ്ട് നടക്കാൻ ഇഷ്ടമായിരിക്കും. പല സാധനങ്ങളും പുറത്തിടുക, എടുക്കുക, ഇതൊക്കെ ആയിരിക്കും അവർ കളിക്കുക. പിന്നെ മെല്ലെ ഈ ഒരു ലിഡ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലിഡിലൂടെ, അതായത് കറക്റ്റ് സ്ക്വയറിലൂടെ സ്ക്വയർ പോവുള്ളൂ, ട്രയാങ്കിളിലൂടെ ട്രയാങ്കിൾ പോവുള്ളൂ എന്നൊക്കെ അവർ മനസ്സിലാക്കി കഴിയുമ്പോൾ അത് അവരുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ലും അതുപോലെ തന്നെ ഷേപ്സ് റെക്കഗ്നൈസ് ചെയ്യുക, ഡിഫറെന്റ് ആയിട്ടുള്ള ഷേപ്സ് പഠിക്കുക, അതിനൊക്കെ അവരെ സഹായിക്കും. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളേഴ്സ് പഠിക്കാനും കൗണ്ടിങ് പഠിക്കാനും ഒക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടോയ് തന്നെയാണ് ഈ ഒരു ഫിഷർ പ്രൈസിന്റെ ഷേപ്പ് സോർട്ടർ ടോയ്. അത് എന്തായാലും ഒരു വയസ്സൊക്കെ കഴിഞ്ഞിട്ടേ അവർക്ക് ആ ഒരു കറക്റ്റ് ഷേപ്സ് പഠിച്ചിട്ട് ഇതിൽ യൂസ് ചെയ്യാനുള്ളതൊക്കെ കിട്ടുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ വളരെ നേരത്തെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും അവർ ഇത് വെച്ചുകൊണ്ട് പല കളികളും കളിക്കും. അപ്പൊ അങ്ങനെ അവർ കുറെ നേരം നമുക്ക് ഈ ഒരു ഷേപ്പ് സോർട്ടർ ടോയ് വെച്ചിട്ട് ഇരുത്താൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ ഷേപ്പ് സോർട്ടർ ടോയ്, അതുപോലെ തന്നെ സ്റ്റാക്കിംഗ് ടോയ്സ്, കണക്ടിങ് ലിങ്ക്സ്, ഇതൊക്കെയാണ് എനിക്ക് ആ ഒരു ഫസ്റ്റ് ഇയറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ടോയ്സ് എന്നുള്ളത്. അത് ഫസ്റ്റ് ഇയറിൽ മാത്രമല്ല, ഇപ്പൊ 6 to 36 months എന്നൊക്കെയാണ് അതിൽ എഴുതാറുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് നാള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടോയ്സ് ആണ് ഇതൊക്കെ തന്നെ. പിന്നെ ഞാനിപ്പോൾ റീസെന്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ടോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആമസോൺ ഹോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടായാലും ഇത് നല്ല വേറെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഞാൻ വാങ്ങിയിരുന്നു. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണുക. അതിന്റെ ലിങ്ക് ഞാൻ ഈ ഐ ബട്ടണിൽ കൊടുക്കാം. അങ്ങനെ ഞാൻ വളരെ റീസെന്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു മ്യൂസിക്കൽ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഒരു മൂവിങ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ടോയ് ആണ് ഈ ഒരു ലീഫ് ഫ്രോഗിന്റെ ആൽഫ പപ്പ് ടോയ് എന്നുള്ളത്. ഇപ്പൊ നടക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞാലാണ് ഈ ഒരു ടോയ് കൊണ്ട് ഏറ്റവും കൂടുതൽ യൂസ് വരിക. ഇനിയിപ്പോൾ അതല്ലെങ്കിലും എന്താ പറയാ, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതിന് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് എന്തായാലും യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ചൊരു എക്സ്പെൻസീവ് ആണ് ബാക്കി ടോയ്സിനെ വെച്ച് നോക്കുമ്പോൾ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് കാണിക്കാം. അപ്പൊ നന്നായി സംസാരിക്കുന്ന ഒരു ഡോഗാണിത്. അതായത് ഇവിടെ A to Z ആൽഫബറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഏത് പ്രസ് ചെയ്യുമ്പോഴും അതും ആ ഒരു ആൽഫബറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം സംസാരിക്കും, അത് റെസ്പോണ്ട് ചെയ്യും. അത് നല്ല രീതിയിൽ, അതായത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വോയിസിലായതുകൊണ്ട് തന്നെ നമ്മുടെ ബേബീസിനെയൊക്കെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യും. അവർക്കും ആ ഒരു സംസാരിക്കാനും പുതിയ വേർഡ്സ് പഠിക്കാനും ഒക്കെ ഈ ഒരു ടോയ് കൊണ്ട് പറ്റും. പിന്നെ ഇതിങ്ങനെ മൂവ് ചെയ്ത് നമ്മൾ കൊണ്ട് നടക്കുമ്പോഴാണ് മ്യൂസിക് ഉണ്ടാവുക, ഇത് പാട്ട് പാടും. അതുപോലെ തന്നെ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വാക്കിന് കൊണ്ടുപോകൂ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സെന്റൻസസും ഇതിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ കുറച്ചുകൂടി അറിഞ്ഞു കഴിയുമ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റ് കാണിക്കും ഈ ഒരു ടോയിനോട്. പിന്നെ ഇത് ഇപ്പം നമ്മൾ ഒന്നും ചെയ്യാതെ ഇത് ഓൺ ആക്കിയിട്ട് നിർത്തുവാണെങ്കിലും ഇടയ്ക്കിൽ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ വോയിസിൽ കുരച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് കുറച്ചുകൂടി ഇതിനേക്ക് തന്നെ പിന്നെ അറ്റൻഷൻ കൊടുക്കും അങ്ങനെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഏത് ലെറ്റർ നിൽക്കുവാണെങ്കിലും ഇപ്പം
ഓക്കെ ആറ് നിൽക്കുമ്പോഴാണെങ്കിൽ ലെറ്റ്സ് റൺ ടു ദ സൂ എന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാത്തിലും ഒരു കണക്ട് ചെയ്തും കൊണ്ട് ഒരു സെന്റൻസ് ഈ ഡോഗ് സംസാരിക്കും. അപ്പൊ നമ്മുടെ ബേബീസിന്റെ ഒക്കെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് മാറാൻ പറ്റുന്ന ഒരു ടോയ് ആണ് ഇത്. അപ്പോൾ ഇത്രയൊക്കെയാണ് അമീറയുടെ കയ്യിൽ ഞാൻ ഫസ്റ്റ് ഇയറിൽ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ടോയ്സിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ വലിയ വലിയ ലൈക്ക് റോക്കർ, അതുപോലെ തന്നെ ഞാൻ ഒരു ടോയ് വീഡിയോ, അതായത് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു ബോളും ടെന്റും ആയിട്ടുള്ള ടോയ്സ് വാങ്ങിച്ചു കൊടുത്തിരുന്നു. ആ വീഡിയോ ലിങ്ക് ഞാൻ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം. അപ്പൊ അങ്ങനത്തെ വലിയ വലിയ ടോയ്സ് ഒന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കുഞ്ഞു കുഞ്ഞു അവരുടെ ഡെവലപ്മെന്റ്സിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് മുതൽ തന്നെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ടോയ്സ് ആണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോ ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഏതെങ്കിലും ടോയ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതാണ്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.